ഓം നമോ ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധർ ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഇന്നത്തെ ഗീത ക്ലാസ്സിലേക്ക് സുസ്വാഗതം. അപ്പം നമ്മൾ 3-ാമത്തെ അധ്യായത്തിൽ കർമ്മയോഗമാണ് ചർച്ച ചെയ്യുന്നത്. ഇന്ന് അതിൻ്റെ പാർട്ട് 5 ആണ്. അപ്പം പാർട്ട് 5 നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ മാത്രം ഒന്ന് ക്വിക്കായിട്ട് റീക്യാപ്പ് ചെയ്ത് നോക്കാം. ഭഗവാൻ അർജുനോട് പറയുന്നത്, ഈ ഭൗതിക പ്രകൃതിയിലുള്ള വിഭവങ്ങൾ ഏതൊരു വ്യക്തി അനുഭവിക്കുന്നു ആ വ്യക്തിക്ക് കൃതജ്ഞതാ മനോഭാവം വേണം. അത് ഈ ഭൗതിക പ്രകൃതിയോടും വേണം, അതിന് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ദേവി ദേവതമാരോടും എപ്പോഴും ഒരു കൃതജ്ഞതാ മനോഭാവം വേണം. അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്ത വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികർമ്മം, കർമ്മകാണ്ഡം, കർമ്മയോഗം, ഇത് മൂന്നാണ് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തു. ഭഗവാൻ ഇത് പറഞ്ഞതിന് ശേഷം അർജുനോട് പറയുന്നത്, നീ നിന്റെ കർത്തവ്യം, നിനക്ക് ചെയ്യേണ്ട സ്വധർമ്മം, അത് എൻ്റെ പ്രസന്നതയ്ക്ക് വേണ്ടി ചെയ്യണം. അതൊരു യജ്ഞമായിട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞായിരുന്നു, കലിയുഗത്തിലെ യാഗം എന്ന് പറയുന്നത് നമ്മൾ ഈ ഓം സാഹ അല്ല. അവനവൻ്റെ കർത്തവ്യം, അവനവൻ്റെ സ്വധർമ്മം കൃഷ്ണന്റെ പ്രസന്നതയ്ക്ക് വേണ്ടി ഭഗവത് ഭക്തിയോട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു അതൊരു യാഗമാണ്. നിങ്ങളൊരു പൂ പറിച്ചുകൊണ്ടെന്ന് ഭഗവാന് സമർപ്പിച്ചു കഴിഞ്ഞാൽ പോലും അത് യാഗമായിട്ട് കണക്കാവും. അതിനോടൊപ്പം തന്നെ ഭഗവാൻ ത്യാഗത്തിനെ കുറിച്ച് പറയുന്നു. സന്യാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഭഗവാൻ പറഞ്ഞത്, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ലേശം മാത്രമെങ്കിലും ഭൗതികമായ ആഗ്രഹങ്ങളും അഭിലാഷമുണ്ടെങ്കിൽ ആ വ്യക്തി ത്യാഗം ചെയ്യാൻ പാടില്ല. അതായത് ഭൗതികമായ ആഗ്രഹങ്ങളുള്ള വ്യക്തിക്ക് പറഞ്ഞിട്ടുള്ള ത്യാഗം. അതുകൊണ്ട് നീ നിന്റെ യുദ്ധം ചെയ്യുക, നിന്റെ ഉത്തരവാദിത്വമാണത്. അത് കഴിഞ്ഞ് 3-ാമത്തെ അധ്യായത്തിൽ തന്നെ 20-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, കർമ്മണ ഏവ സംസിദ്ധിം. അതായത് സാധാരണ ആൾക്കാർക്ക് മാതൃകയാകാൻ വേണ്ടിയിട്ടെങ്കിലും നീ നിന്റെ കർത്തവ്യം ചെയ്തേ പറ്റൂ. നീ കർത്തവ്യം ചെയ്യാതിരിക്കാൻ പറഞ്ഞ കാരണങ്ങൾ പലതുണ്ടെങ്കിലും ശരി, നീ കർത്തവ്യം ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി അവൻ്റെ സ്വധർമ്മം ചെയ്തേ പറ്റൂ. ചെയ്യുന്ന കർത്തവ്യം ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ പ്രസന്നതയ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ അതിനകത്ത് കർമ്മത്തിന്റെ ഫലം ബന്ധിപ്പിക്കപ്പെടില്ല. അതിനോടൊപ്പം തന്നെ ഭഗവാൻ പറയുന്നത്, സമൂഹത്തിന് മാതൃകയാകാൻ വേണ്ടി, സാധാരണ ജനങ്ങൾക്ക് മാതൃകയാകാൻ വേണ്ടി നീ നിന്റെ കർത്തവ്യം ചെയ്യണം. അപ്പോൾ അർജുനന്റെ ഉള്ളിൽ ഒരു ചോദ്യം ഉയർന്നു, അങ്ങനെ ആരെങ്കിലും കർത്തവ്യം ചെയ്തിട്ടുണ്ടോ എന്ന്. അതിന് മറുപടിയായിട്ട് ഭഗവാൻ 21-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, ജനക മഹാരാജാവിൻ്റെ ഉദാഹരണമാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ജനക മഹാരാജാവ് എന്ന് പറഞ്ഞത് 12 മഹാജന്മാരിൽ ഒരാളാണ്. 12 മഹാജന്മാരെന്ന് പറഞ്ഞാൽ ഭഗവാനെക്കുറിച്ച്, ഭഗവാന്റെ ഏറ്റവും ശ്രേഷ്ഠരായ ഭക്തർ. ഈ ബ്രഹ്മാണ്ഡത്തിൽ ഭഗവാന്റെ ഏറ്റവും ശ്രേഷ്ഠരായ 12 ഭക്തന്മാരുടെ പേരുകൾ ഭഗവാൻ പറയുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക അവരുടെ സ്ഥാനം. ഭഗവാൻ സ്വയം പറയുന്നത്, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട 12 ഭക്തർ ഇവരാണ്. അതിലൊന്ന് ജനക മഹാരാജാവാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ പോലെ തന്നെ ഈ ഭാഗവതം രചിച്ച വേദവ്യാസന്റെ പേര് അതിനകത്തില്ല. അപ്പം ജനക മഹാരാജാവിന്റെ സ്ഥാനം ഒന്ന് ആലോചിച്ച് നോക്കണം.
ആ ജനക മഹാരാജാവ് അത്ര വലിയ ഭക്തനായിട്ട് കൂടി എല്ലാം ഉപേക്ഷിച്ച് വനത്തിൽ പോവുക സന്യസിക്കുകയോ ചെയ്യാതെ ബാക്കിയുള്ളവർക്ക് മാതൃകയാൻ വേണ്ടി രാജഭരണം അദ്ദേഹം നിർവഹിച്ചു. അങ്ങനെ ഒരുപാട് രാജർഷിമാർ നമ്മുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ധ്രുവ മഹാരാജാവ്, പ്രഹ്ലാദ് മഹാരാജാവ്, അംബരീഷ് മഹാരാജാവ്, പരീക്ഷിത് മഹാരാജാവ്, യുധിഷ്ഠിർ മഹാരാജ്, ഇവരൊക്കെ വളരെ വളരെ ഉയർന്ന വേണ്ടത്തെ ഭക്തരായിരുന്നിട്ട് കൂടി വർഷങ്ങളോളം അവരുടെ സ്വധർമ്മം ചെയ്തു. അവരുടെ സ്വധർമ്മം രാജ്യം ഭരിക്കുക എന്നുള്ളതായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ബാക്കിയുള്ളവർക്ക് മാതൃകയാക്കാൻ വേണ്ടി. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ അർജുന് വീണ്ടും അതിനകത്ത് കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷൻ വേണമെന്ന് തോന്നി. അതായത് ഭഗവാൻ പറഞ്ഞത് സമൂഹത്തിലെ ആദർശ വ്യക്തികൾ എന്തു ചെയ്യുന്നു അതിനെക്കുറിച്ച് ഭഗവാൻ പറയുമ്പം അർജുൻ്റെ ഉള്ളിൽ കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷൻ വന്നപ്പോൾ ഭഗവാൻ ഒരു ശ്ലോകം കൂടി പറഞ്ഞു. 21ാമത്തെ ശ്ലോകം, യത് യത് ആചരതി ശ്രേഷ്ഠ തത് ദേവ ഇതരോ ജനഃ സ യത് പ്രമാണം കുരുതേ ലോകോ തത് അനുവർത്തതേ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശ്ലോകമാണ്, വളരെ റിലവൻ്റ് ആയിട്ടുള്ളൊരു ശ്ലോകമാണിത്. ഇതിൻ്റെ ട്രാൻസ്ലേഷൻ ആദ്യം ഞാൻ പറയാം, പിന്നെ നമുക്ക് ചർച്ച ചെയ്യാം. ഒരു ശ്രേഷ്ഠനായ വ്യക്തി എന്തു തന്നെ ചെയ്താലും സാധാരണ ജനങ്ങൾ അദ്ദേഹത്തെ അനുകരിക്കുന്നു. മാതൃകാപരങ്ങളായ പ്രവൃത്തികളിൽ അദ്ദേഹം സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങളെ ലോകമൊട്ടാകെ ആദരിക്കുന്നു. അപ്പം ഈ ആദ്യത്തെ വരി, അതായത് ഒരു ശ്രേഷ്ഠനായ വ്യക്തി എന്തു തന്നെ ചെയ്താലും സാധാരണ ജനങ്ങൾ അദ്ദേഹത്തെ അനുകരിക്കുന്നു. ഇതിനെ നമ്മൾ രാമലീലയായിട്ടൊന്ന് കണക്ട് ചെയ്യണം. പലപ്പോഴും പലരും ആദർശധീരനായ പരംപുരുഷോത്തൻ ഭഗവാൻ ശ്രീരാം സീതയെ വനത്തിൽ ഉപേക്ഷിച്ചെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താറുണ്ട്. അതിൻ്റെ കാരണമാണ് ഇവിടെ പറയുന്നത് ഭഗവാൻ. എന്താണ് അതിൻ്റെ കാരണം? സാധാരണ ജനങ്ങൾ മാന്യരായ വ്യക്തികളെ ശ്രേഷ്ഠ വ്യക്തി ഫോളോ ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു അലക്കുകാരൻ്റെ ഭാര്യ വെളിയിൽ എവിടെയോ പോയി 1-2 ദിവസം കഴിഞ്ഞ് വന്നപ്പം ഈ അലക്കുകാരൻ ഭാര്യയോട് ചോദിക്കുകയാണ്, 1-2 ദിവസം അന്യരുടെ കൂടെ കഴിഞ്ഞിട്ട് നീ വന്നു കഴിഞ്ഞാൽ നിന്നെ സ്വീകരിക്കാൻ ഞാൻ എന്താ രാമനാണോ എന്ന് ചോദിച്ചു. അതായത് സീതയെ രാവണൻ്റെ അടുക്കൽ 1 വർഷം കഴിഞ്ഞിട്ട് വന്നപ്പം ഭഗവാൻ സ്വീകരിച്ചതിനുള്ള മറുപടിയാണ് പറയുന്നത്. സ്വീകരിച്ചതിനുള്ള അതാണ് ഉദാഹരണമായിട്ട് കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു രാജാവായിരുന്നിട്ട് കൂടി ഭഗവാൻ സീതയെ 1 വർഷം രാവണൻ്റെ ലങ്കയിൽ താമസിച്ചിട്ട് സ്നേഹപൂർവ്വം സ്വീകരിച്ചു കൊണ്ടുവന്നപ്പോൾ അതുപോലെ സീതയെപ്പോലെ ഒരു സ്ത്രീ വെളിയിൽ പോയിട്ട് 1-2 മാസമോ വർഷമോ ആരുടെയും കൂടി താമസിച്ച് തിരിച്ചു വന്ന് ഭർത്താവ് സ്വീകരിച്ചില്ല എങ്കിൽ ആ സ്ത്രീ രാജകൊട്ടാരത്തിനിട്ട് രാജാവിനോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഭാര്യ സീത 1 വർഷം രാവണൻ്റെ തടങ്കലിൽ കഴിഞ്ഞിട്ട് വന്നപ്പോൾ നിങ്ങൾ സ്വീകരിച്ചു, ഞാൻ 1 മാസം ഒരു പുരുഷൻ്റെ കൂടെ കഴിഞ്ഞിട്ട് തിരിച്ചപ്പോൾ എന്തുകൊണ്ട് എൻ്റെ ഭർത്താവ് എന്നെ സ്വീകരിക്കുന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജാവ് എന്ന നിലയ്ക്ക് പ്രഭു ശ്രീറാം എന്തു മറുപടി കൊടുക്കും? സീത ശുദ്ധയാണോ, സീതയെ രാവണൻ സ്പർശിച്ചതല്ല ഇവിടെ വിഷയം. ഇവിടെ വിഷയം എന്താണ്? അതായത് ഒരു വ്യക്തി ഒരു സ്ത്രീ ചോദിക്കുകയാണ്, അങ്ങ് രാജാവാണ്, അങ്ങെല്ലാം ഞങ്ങളുടെ മാർഗദർശിയാണ്, അങ്ങേ കണ്ടിട്ട് അങ്ങയുടെ പദചിഹ്നങ്ങളിലൂടെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. പരപുരുഷന്റെ കൂടെ കഴിഞ്ഞ ഒരു സ്ത്രീയെ അങ്ങേക്ക് സ്വീകരിക്കാമെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ ഭർത്താവിന് എന്നെ സ്വീകരിച്ചുകൂടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രഭു ശ്രീരാമന് അതിന് മറുപടിയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സമൂഹം ദുഷിച്ചു പോകും. അതുകൊണ്ടാണ് തൻ്റെ പ്രിയപ്പെട്ട സീതയെ അദ്ദേഹം വനത്തിൽ ഉപയോഗിച്ചത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശ്രേഷ്ഠരായ വ്യക്തികൾ എന്ത് ചെയ്യുന്നു അത് സാധാരണ ജനങ്ങൾ അവരെ പിന്തുടരുന്നു. പലപ്പോഴും ആധുനിക യുഗത്തിൽ കണ്ണും മനസ്സും എല്ലാം അടച്ചിട്ടാണ് പിന്തുടരുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പരസ്യങ്ങൾ. സച്ചിൻ തെണ്ടുൽക്കറും സിനിമാ നടന്മാരും ഒക്കെ സൽമാൻ ഖാനും ഒക്കെ കൊക്കക്കോളയുടെയും പെപ്സിയുടെയും കുപ്പി പിടിച്ചുകൊണ്ട് വാഹു എന്ന് പറഞ്ഞ് കുടിച്ചു കഴിയുമ്പോൾ അവർ കുടിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മുടെ കോളേജിലെ പിള്ളേരൊക്കെ അത് കണ്ടിട്ട് വലിച്ചു വാരി കുടിക്കുന്നു. ഓരോന്നിൻ്റെ പരസ്യം കണ്ടിട്ട് സ്ത്രീകൾ മേക്കപ്പ് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. ലെക്സ് സോപ്പ് മേരാ സൗന്ദര്യ രാജ്, ജോയിച്ചവളെയും ഐശ്വര്യയൊക്കെ അത് വെച്ചിട്ടാണ് കുളിക്കുന്നത്. അവിടെ പട്ടി പോലും അതുകൊണ്ട് കുളിപ്പിക്കില്ല, അതാണ് വാസ്തവം. പക്ഷെ ഇപ്പം പരസ്യം കണ്ടിട്ട് കാര്യം അവരുപയോഗിക്കും, നമ്മൾ ഉപയോഗിക്കണം. അതുകൊണ്ടാണ് ഈ ശ്ലോകത്തെ പിന്തുടർന്നിട്ടാണ് അവരിങ്ങനെയുള്ള വ്യക്തികളെ കൊണ്ടൊക്കെ പരസ്യം ചെയ്യും. നമ്മളെ കൊണ്ടൊക്കെ ചെയ്യിക്കാത്തത് ആരും വാങ്ങില്ല. നമ്മളെ കൊണ്ടൊക്കെ സോപ്പിൻ്റെ എണ്ണയുടെയോ ക്രീമിൻ്റെ ഒക്കെ പരസ്യം ആരും വാങ്ങില്ല. ബാക്കിയുള്ള ഇപ്പോൾ സിനിമാ നടന്മാരെയും അവരെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും ഈ സ്പോർട്സ് താരങ്ങളൊക്കെ വെച്ചിട്ട് സെലിബ്രിറ്റീസിനെയൊക്കെ വെച്ചിട്ട് പരസ്യം ചെയ്യേണ്ട അതിർത്ത കാരണം ഇതാണ്. ശ്രേഷ്ഠരായ വ്യക്തികൾ എന്തെങ്കിലും ചെയ്യുന്നു ചോദിച്ചാൽ നമ്മൾ അതിനെ പിന്തുടരും. സിനിമാ നടന്മാരുടെ അനുസരിച്ച് നടികളുടെ അനുസരിച്ചുള്ള വസ്ത്രധാരണങ്ങൾ, അവർ സിഗരറ്റ് വലിച്ചാൽ നമ്മൾ സിഗരറ്റ് വലിക്കും, അവർ കള്ളു കുടിച്ചാൽ നമ്മൾ കള്ളു കുടിക്കും. പലപ്പോഴും വാസ്തവം മനസ്സിലാക്കാതെ
സമൂഹത്തിൽ ഉന്നത നിലവാരം പുലർത്തുന്ന വ്യക്തികൾ, അത് രാഷ്ട്രീയക്കാരാകാം, അഭിനേതാക്കളാകാം, കായിക താരങ്ങളാകാം, അവർ പൊതുരംഗത്തുള്ളവരാകാം, സ്വകാര്യ ജീവിതത്തിലായാലും പൊതുരംഗത്തായാലും അവർ കൂടുതൽ ഉത്തരവാദിത്തോടെ പെരുമാറണം. കാരണം ഒരു സമൂഹം, പ്രത്യേകിച്ച് യുവ സമൂഹം അവരെ പിന്തുടരുന്നുള്ള ബോധം അവർക്ക് വേണം. ഇന്ന് നമ്മളുടെ സിനിമാ മേഖലയിൽ എടുത്തു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സിനിമ ഫാൻസ് അസോസിയേഷനൊക്കെ എത്രയോ പേർക്കുണ്ട്. പക്ഷേ എത്ര സിനിമാ നടന്മാരായാലും സിനിമാ നടികൾ അവരുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കോപ്പി ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് ഹിന്ദി സിനിമാ ലോകത്ത് ഏറ്റവും നല്ല കുടുംബിനിയായിട്ട് ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള രേഖയാണ്. രേഖ എത്ര വിവാഹം കഴിച്ചിരുന്നത് രേഖയ്ക്ക് തന്നെ അറിയത്തില്ല. അങ്ങനെ ഓരോ നാളെ 3-4 ഡിവോഴ്സ് ചെയ്തിട്ടൊക്കെ അന്യ സ്ത്രീകളുടെ കൂടെയൊക്കെ അതൊക്കെയാണ് അവരുടെ ജീവിതശൈലി. മദ്യപാനം, വ്യഭിചാരം, ഇതൊക്കെയാണ്. അപ്പോൾ ഈ സമൂഹത്തിലെ ശ്രേഷ്ഠരായ വ്യക്തികൾ പൊതുജീവിതത്തിലായാലും ശരി വ്യക്തിപര ജീവിതത്തിലും മാതൃകാപരമായ ജീവിതം നയിക്കണമെന്നാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറയുന്നത്. അതുകൊണ്ട് അർജുൻ ഇപ്പം ഈ കർമ്മം ചെയ്യാതിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അർജുനെ കണ്ടിട്ട് അർജുനെ പോലൊരു വ്യക്തി സ്വന്തം കർത്തവ്യം കർമ്മം ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ അവരെ പിന്തുടരും. ഇവിടെയാണ് രാമലീല വീണ്ടും നമ്മൾ ബന്ധിപ്പിക്കേണ്ടത്. കാരണം സീതയെ രാവണൻ കട്ടുകൊണ്ടുപോയി. ആ രാവണന്റെ അടുക്കൽ നിന്ന് സീതയെ തിരിച്ചു കൊണ്ടുവരാൻ ഭഗവാൻ ഈ സേതുബന്ധനം നടത്തേണ്ടോ ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഒരൊറ്റ ചാട്ടത്തിന് ഹനുമാന് രാമേശ്വരത്തുനിന്ന് ലങ്കയിൽ ചെല്ലാമെങ്കിൽ അദ്ദേഹത്തിന്റെ ഭക്തനായ ഹനുമാന് ചെല്ലാൻ കഴിയുമെങ്കിൽ സാക്ഷാൽ ഭഗവാന് സേതുബന്ധനത്തിന്റെ ആവശ്യം എന്തിനാണ്? പക്ഷെ ഒരു ഭർത്താവിന്റെ ധർമ്മം, ഭാര്യയെ പ്രതിയുള്ള സ്നേഹം, ഭാര്യയ്ക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ സന്മനസ്സുള്ള ഒരു ഹൃദയം ഒരു ഭർത്താവിന് വേണമെന്ന് സ്വന്തം പ്രവൃത്തിയിലൂടെ പ്രഭു ശ്രീ നമുക്ക് കാണിച്ചു തരുന്നു. അപ്പോൾ ഇവിടെ ശ്രേഷ്ഠരായ വ്യക്തികൾ ചെയ്യുന്ന എന്ത് ശരിയാണെങ്കിലും ശരി തെറ്റാണെങ്കിലും ശരി ഭൂരിഭാഗം ആൾക്കാരും അന്ധമായിട്ട് അവരെ പിന്തുടരുന്നുണ്ട്. അന്ധമായിട്ട്. അല്ല, ഇന്നത്തെ ഏറ്റവും ദുഃഖകര കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹം അന്ധമായിട്ട് അവരുടെ ശരിയോടൊപ്പം തെറ്റിനെയും പിന്തുടരുന്നു. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇപ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ നസീർ സിഗരറ്റ് വലിക്കുന്ന കണ്ടിട്ട് സിഗരറ്റ് വലി തുടങ്ങിയ ചെറുപ്പക്കാരുണ്ട് കോളേജിൽ. നസീർ വലിക്കുന്നുണ്ട്. നസീർ സിഗരറ്റ് വലിക്കുമെന്ന് എനിക്കറിയില്ല. അതേപോലെ ഇന്ന് സിനിമയിൽ മദ്യപാനമൊക്കെ ചെയ്യുന്നവരെ അത് കണ്ടിട്ട് അവർക്ക് ചെയ്യാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്തുകൂടാ? പൃഥ്വിരാജ് കണ്ടുപിടിക്കുന്നു, ഞാനും കണ്ടുപിടിക്കുന്നു. പക്ഷെ യഥാർത്ഥ ജീവിതത്തിൽ എന്താണെന്ന് നമുക്കറിയില്ല. അപ്പം ഇവിടെ ഭഗവാൻ അർജുനോട് പറയുന്നത്, നീ യുദ്ധം ചെയ്യാതെ പിന്മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കാരണം എന്തു ആയിക്കോട്ടെ, ഇവിടെ നിൽക്കുന്ന ലക്ഷക്കണക്കിന് യോദ്ധാക്കന്മാരും പിന്മാറും. അവർ പറഞ്ഞ ഇത്രയും വീരനായ യോദ്ധാവായ സൈന്യാധിപനായ അർജുനെ പോലൊരു വ്യക്തി യുദ്ധം ചെയ്യാതെ യുദ്ധക്കളം വിട്ടുപോയാൽ പിന്നെ ഞങ്ങൾ എന്തിനു മരിക്കണം? അപ്പൊ ഇവിടെ ധർമ്മം പുനഃസ്ഥാപിക്കേണ്ട ആവശ്യം ഭഗവാനാണ്. അപ്പൊ അർജുനൻ യുദ്ധം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഈ ജനങ്ങളെല്ലാം അർജുനെ പിന്തുടരും. അവരെ നിർത്താൻ പറ്റില്ല. അവർ അർജുനെ വിളിച്ചോണ്ട് വരാൻ പറയും. ഇപ്പൊ സേനകൾ പിന്മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഭഗവാനോ അവരുടെ സേനാനായകന്മാരോ ചെന്നവരോട് പറയാം, നിങ്ങൾ പോരുന്ന യുദ്ധം ചെയ്യാൻ പറഞ്ഞ അവർ ആദ്യം അർജുനെ പോലുള്ള ഒരു വില്ലാളി വീരൻ യുദ്ധക്കളം വിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എന്തിനു യുദ്ധം ചെയ്യണം? ഇത് അവർ ചോദിക്കും. അപ്പം ഇവിടെ അവരുടെ ചിന്ത, അതായത് സ്വധർമ്മം ചെയ്യാതെ ഇത്രയും ആൾക്കാർ തിരിച്ചു പോയി കഴിയുമ്പോൾ അവർക്ക് ആധ്യാത്മികമായ പതനങ്ങളുണ്ടാകും. കാരണം ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, സ്വധർമ്മം ചെയ്യാതിരിക്കുന്നതും പാപമാണ്. കർമ്മം ചെയ്യാതിരിക്കാൻ ആർക്കും പറ്റില്ല. എല്ലാവരും അവരുടെ സ്വധർമ്മം കർമ്മം ചെയ്തേ പറ്റൂ. ആ കർമ്മം ചെയ്യാതിരിക്കാൻ ആർക്കും പറ്റില്ല. അതുകൊണ്ട് അവർ കർമ്മം ചെയ്തേ പറ്റൂ. കർമ്മം ചെയ്യാതെ ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ യുദ്ധക്കളം വിട്ടുപോകുമ്പോൾ അവർക്ക് ആധ്യാത്മികമായ പതനം ഉണ്ടാകും. അത് നിന്റെ ഉത്തരവാദിത്വം വരും. അത് നിന്റെ തലയിൽ വരും. ആ പാപത്തിലെല്ലാം നീ ഉത്തരവാദിയാകും. അത് അർജുന, അവർക്ക് വേണ്ടിയെങ്കിലും നീ യുദ്ധം ചെയ്യണം. അവരുടെ ആധ്യാത്മിക പുരോഗമനത്തിന് വേണ്ടി അവർ യുദ്ധം ചെയ്യണം. അതായത് അവരെ പഠിപ്പിക്കാൻ വേണ്ടി, ഉദാഹരണമായിട്ട് അവരെ പഠിപ്പിക്കാൻ വേണ്ടി നീ യുദ്ധം ചെയ്തേ പറ്റൂ. അതായത് ശ്രേഷ്ഠരായ വ്യക്തികളെ കണ്ടിട്ടാണ് സാധാരണ ഞങ്ങൾ പഠിക്കുന്നത്. ഞാൻ പറഞ്ഞു, ചാണക്യ പണ്ഡിതന്റെ ജീവിതത്തിൽ ഒരു വലിയൊരു കഥയുണ്ട്. ഒരു കാലത്ത് ഈ ചാണക്യ പണ്ഡിതൻ ഗുപ്ത സാമ്രാജ്യത്തിലെ പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത്, ചന്ദ്രഗുപ്ത മൗര്യന്റെ പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഒരു ചൈനീസ് യാത്രികൻ, ഒരു പണ്ഡിതൻ ഭാരതത്തിൽ വന്നിരുന്നു. അപ്പൊ ഗുപ്ത സാമ്രാജ്യം ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആണ്. ഇവിടെ എല്ലാം പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ട്. ആ മൗര്യ സാമ്രാജ്യത്തിൽ ഇല്ലാത്തതൊന്നുമില്ല. അവിടുത്തെ വ്യവസായം പെർഫെക്റ്റ് ആണ്. അന്ന് വ്യവസായവും കൃഷിയാണ് മെയിൻ വ്യവസായം. പിന്നെ അതിനോടനുബന്ധിച്ചുള്ള വ്യവസായവും ഫാക്ടറികളൊന്നുമില്ലല്ലോ. എല്ലാം വിദ്യാഭ്യാസം പെർഫെക്റ്റ്. എവരിത്തിങ് ഈസ് പെർഫെക്റ്റ്ലി പെർഫെക്റ്റ്. അപ്പം ഈ ചൈനീസ് സഞ്ചാരിക്ക് ഭയങ്കര ഒരു അത്ഭുതം തോന്നി. ഇതെങ്ങനെ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ നടക്കുന്നത്?
അദ്ദേഹം ചന്ദ്രഗുപ്ത മൗര്യനെ കാണാൻ വേണ്ടി പോയി. അപ്പോൾ ചന്ദ്രഗുപ്ത മൗര്യനെ ചെന്ന് കണ്ടു കഴിഞ്ഞിട്ട് ചോദിച്ചു, അങ്ങയുടെ രാജ്യം സമർത്ഥമാണ്, ഐശ്വര്യപൂർണ്ണമാണ്, ഇവിടെ യാതൊരു കള്ളം ചതി ഇതൊന്നുമില്ല, എല്ലാവരും സന്തോഷത്തോടുകൂടി ജീവിക്കുന്നു, എവരിത്തിങ് ഈസ് പെർഫെക്റ്റ്ലി ഓക്കെ, ഇതിനെന്താണ് കാരണം? അപ്പോൾ ചന്ദ്രഗുപ്ത മൗര്യൻ പറയും, ഇതിന് കാരണം എൻ്റെ മന്ത്രിയാണ്, അദ്ദേഹത്തിൻ്റെ പേരാണ് ചാണക്യൻ. ഉടനെ ഈ ചൈനീസ് സഞ്ചാരി ചോദിച്ചു, എനിക്ക് അദ്ദേഹത്തിനൊന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം ചന്ദ്രഗുപ്തൻ പറഞ്ഞു, ഓ ഷുവർ കാണാൻ പറ്റും, പക്ഷെ അത് ഇവിടെ അല്ല, അദ്ദേഹം വനത്തിലാണ് താമസിക്കുന്നത് പറഞ്ഞു. പക്ഷെ വനത്തിലോ, അതെന്താണെന്ന് ചോദിച്ചു. അത് അദ്ദേഹം അങ്ങനെയാണ്, അവിടെ കുടിൽ കെട്ടിയാണ് താമസിക്കുന്നത് പറഞ്ഞു. അങ്ങനെ ഒരു പഠനയും കൂട്ടി ഈ ചൈനീസ് സഞ്ചാരിയെ ചാണക്യൻ്റെ ടെൻറ്റ് കെട്ടിയിട്ടാണ് ടെൻറ്റിലെത്തിച്ചു. ടെൻറ്റിലെത്തിയപ്പം ഒരു ഹരിക്കെല്ലാം റാന്തലിൻ്റെ വെളിച്ചത്തിരുന്ന് അദ്ദേഹം എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ചെന്നു അഭിവാദ്യം ചെയ്ത് കഴിഞ്ഞപ്പം ചാണക്യ പണ്ഡിത്ത് ഈ സൈനിക സഞ്ചാരി പറഞ്ഞു, കുറച്ച് നിമിഷം അങ്ങ് ഇവിടെ ഇരിക്കുക, എനിക്ക് കുറച്ച് പണി തീർത്തതിന് ശേഷം ഞാൻ അങ്ങോട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, അല്പം സന്ധ്യാസമയമായിരുന്നു, അതാണ് ഹരിക്കെല്ലാം കത്തിച്ച് വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പണി കഴിഞ്ഞപ്പം അദ്ദേഹം അതെല്ലാം മടക്കി വെച്ചു. ശേഷം വേറൊരു ഹരിക്കെല്ലാം എടുത്തു, അത് കത്തിച്ചു, ഈ ഹരിക്കെല്ലാം കെടുത്തി. ഏത് ആദ്യം കത്തിച്ചതെന്ന് എന്നിട്ട് ഇത് കത്തിച്ചു. അപ്പോൾ ഈ ചൈനീസ് സഞ്ചാരി വളരെ ഇതായിട്ട് നോക്കുകയാണ്, വളരെ ക്യൂരിയോസിറ്റിയോട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം കത്തിച്ച ഹരിക്കെല്ലാമും ഈ രണ്ടാമത് കത്തിച്ച ഹരിക്കെല്ലാം എന്നാൽ പ്രകാശത്തിന് യാതൊരു വ്യത്യാസമില്ല, രണ്ടും ഒരേ ഹരിക്കെല്ലാമാണ്. പിന്നെ എന്തിനാണ് അദ്ദേഹം ഇത് കത്തിച്ചത്? ഒരു വലിയൊരു ആകാംക്ഷ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായി. അദ്ദേഹം അത് ചാണക്യ പണ്ഡിതനോട് ചോദിച്ചു, അങ്ങ് ആദ്യം കത്തിച്ച ഹരിക്കെല്ലാം റാന്തലും ഈ ഹരിക്കെല്ലാം പോയിട്ട് യാതൊരുവിധ വ്യത്യാസവും ഇല്ല, പിന്നെ അങ്ങ് എന്തിനാണ് ഈ രണ്ടാമത്തെ ഹരിക്കെല്ലാം കത്തിച്ചത്? അപ്പോൾ ചാണക്യ പണ്ഡിത്ത് പറഞ്ഞു, ആദ്യം ഞാൻ കത്തിച്ച ഹരിക്കെല്ലാമ്പ് അതെനിക്ക് രാജാവ് തന്നാണ്, അതിനകത്തൊഴിക്കുന്ന കെറോസിൻ രാജാവാണ് തരുന്നത്. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന രാജാവിൻ്റെ പ്രവൃത്തിയായിരുന്നു, രാജകൊട്ടാരത്തിലുമായിട്ട് രാജഭരണവുമായിട്ട് ബന്ധപ്പെട്ട ജോലികളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞു, ഇനി എൻ്റെ സ്വന്തം കാര്യങ്ങളാണ് ചെയ്യാൻ. ഇതിനകത്തുള്ള ഈ ഹരിക്കെല്ലാം എൻ്റെയാണ്, ഇതിനകത്തൊഴിക്കുന്ന കെറോസിനും എൻ്റെയാണ്, മണ്ണെണ്ണ എൻ്റെയാണ്. അപ്പോൾ എൻ്റെ പ്രവൃത്തി ഞാൻ രാജാവിൻ്റെ പണം ദുർവിനിയോഗം ചെയ്യില്ല. അപ്പോൾ ആ ചൈനീസ് സഞ്ചാരിക്ക് മനസ്സിലായി ഈ രാജ്യം എന്തുകൊണ്ടാണ് സമർത്ഥിയില്ല. കാരണം ശ്രേഷ്ഠനായ വ്യക്തി എന്ത് ചെയ്യുന്നോ സാധാരണ ജനങ്ങളെല്ലാം അതിനെ ഫോളോ ചെയ്യുകയാണ്. ചാണക്യ പണ്ഡിതന്റെ ജീവിതത്തിനെ അനുസരിച്ചും അനുഗമിച്ചുമാണ് അവിടുത്തെ സാധാരണ ജനങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് മൗര്യ സാമ്രാജ്യം, ചന്ദ്രഗുപ്ത സാമ്രാജ്യം ഇത്രയും വലിയ ഐശ്വര്യപൂർണ്ണമായത്. പറഞ്ഞതിൻ്റെ അർത്ഥം ഇന്നത്തെ രാഷ്ട്രീയക്കാരാണല്ലോ രാജാക്കന്മാർ, അവരുടെ ജീവിതം അവർ ശരിയല്ലെങ്കിൽ സാധാരണ അവർ കൈക്കൂലി വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് തൊട്ട് താഴെയുള്ള IAS ഓഫീസർ അങ്ങനെ ഉള്ളവരെല്ലാം അങ്ങനെ വാങ്ങിക്കാൻ എനിക്കൊന്നുകൊണ്ട് വാങ്ങിച്ചുകൂടാ. ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങിച്ചാൽ താഴെയുള്ളവരെല്ലാം വാങ്ങിക്കും. പറഞ്ഞതിൻ്റെ അർത്ഥം അർജുനോട് ഭഗവാൻ പറയുന്നത്, അർജുന, നിന്റെ കർത്തവ്യം എന്തെല്ലാം കാരണം കൊണ്ട് ചെയ്യണം, സമൂഹത്തിന് മാതൃകയാകാൻ വേണ്ടിയും ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഭഗവാൻ പറയുന്നത്, എനിക്ക് ചെയ്യേണ്ടതായിട്ട് യാതൊരു കർത്തവ്യമില്ല. അപ്പോൾ അർജുനൻ്റെ മനസ്സിൽ വന്ന സംശയമാണ്. അർജുനൻ പറയുന്നത്, ഭഗവാൻ പറയുന്നത് എനിക്ക് ചെയ്യേണ്ടതായിട്ട് യാതൊരു കർത്തവ്യമില്ല, എങ്കിലും ഞാൻ എല്ലാ കർത്തവ്യങ്ങളും ചെയ്യുന്നു. അപ്പോൾ അർജുൻ്റെ ഉള്ളിൽ നിന്ന് ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൃഷ്ണ, അങ്ങ് ഈ നിയമത്തെ അനുസരിക്കുന്നു, ആ നിയമത്തെ അനുസരിക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെ? അതാണ് 30ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്, മൈ സർവാണി കർമ്മണി സന്യസ്യ അധ്യാത്മചേതസ നിരാശി നിർമ്മമോ ഭൂത്വ യുദ്ധസ്വ വിഗതജ്വരഃ. അതുകൊണ്ടല്ലേ അർജുന, നിന്റെ കർമ്മങ്ങളെ എനിക്ക് അർപ്പിച്ചുകൊണ്ട് എന്നെക്കുറിച്ചുള്ള പൂർവ്വ ജ്ഞാനത്തോട് ലാഭത്തോട് വ്യവസ്ഥാവത്തോട് അലസ യുദ്ധം കൂടാതെ യുദ്ധം ചെയ്യുക. 33 അല്ലേ, സോറി, 30ാമത്തെ വായിച്ചത്. ഒരു മിനിറ്റ്, ഞാൻ ആ ശ്ലോകം 30 വായിച്ചത്. ഒരു മിനിറ്റ്, അത് ഞാൻ പിന്നീട് പറയാം. അതിൻ്റെ ഒരു ഇടയ്ക്ക് കുറച്ചുകൂടെ ചർച്ച ചെയ്യാനുണ്ട്, സോറി. അപ്പോൾ ഇവിടെ ഭഗവാൻ പറയുന്നത്, അർജുന, എനിക്കായിട്ട് ഒരു കർത്തവ്യം ഇല്ലെങ്കിൽ കൂടി ഞാൻ എൻ്റെ കർത്തവ്യങ്ങളെല്ലാം നിർവഹിക്കുന്നു. ഭഗവാന്റെ ജീവിതകാലം നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, കുട്ടിക്കാലം, ഞാൻ മറ്റേ ശ്ലോകം പിന്നെ പറയാം. കുട്ടിക്കാലം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, കുട്ടിക്കാലത്ത് നന്ദഗോപർ വിളിക്കുമ്പം, ഭഗവാൻ നന്ദഗോപർക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ കാനാന്ന് വിളിക്കുമ്പം കാനന്തിയെയും നന്ദഗോപരുടെ പാതുക എടുത്ത് തലയിൽ വെച്ചിട്ട് നടന്നു കൊണ്ടുവന്നിട്ട് നന്ദഗോപർക്ക് കൊടുക്കുമായിരുന്നു. നന്ദഗോപരാരാണ്? വൃന്ദാവനത്തിലെ ഗോപന്മാരുടെ രാജാവ്. ഇതോ സാക്ഷാൽ ഭഗവാന് നന്ദഗോപരുടെ പാതുക എടുത്ത് കൊണ്ടു കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ സമൂഹത്തിൽ
ലോകത്തിനൊരു മാതൃകയാകാൻ വേണ്ടി, ഒരു പുത്രൻ പിതാവിനെ എങ്ങനെ അനുസരിക്കണം എന്നത് മാതൃകയാകാൻ വേണ്ടി ഭഗവാൻ ആ ജോലി ചെയ്യുമായിരുന്നു. ഭഗവാൻ അതുപോലെ തന്നെ വളർന്നു കഴിഞ്ഞപ്പോൾ 5-6 വയസ്സ് കഴിഞ്ഞപ്പോൾ പിതാവിൻ്റെ അടുക്ക ചെന്നിച്ച് പറയുന്നത്, എനിക്ക് 5-6 വയസ്സായി, എനിക്ക് കാലികളെ മേയ്ക്കാൻ പോകണമെന്ന്. അങ്ങനെ ഓരോ ഘട്ടത്തിലും, ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഭഗവാൻ സമൂഹത്തിന് മാതൃകയാകാൻ വേണ്ടി, ലോകത്തിന് മാതൃകയാകാൻ വേണ്ടിയിട്ട് ഓരോ കർത്തവ്യങ്ങൾ ചെയ്തു വന്നിരുന്നു. സാക്ഷാൽ ഭഗവാൻ പരംപുരുഷോത്തം ഭഗവാൻ അർജുൻ്റെ രഥം എന്തിനാണ് തെളിച്ചത്? അർജുൻ രഥം തെളിക്കുന്ന ഒരു ഡ്രൈവറുടെ ജോലിയാണ്, സമൂഹത്തിന് മാതൃകയാകാൻ വേണ്ടിയിട്ട്. ഭഗവാൻ രാജഭരണം ഏറ്റെടുത്തത് എന്തിനാണ്? സമൂഹത്തിന് മാതൃകയാണ്. അതാണ് ഭഗവാൻ 22ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തി അവാപ്തവ്യം വർത്ത ഏവച കർമ്മണി. പാർത്ഥ പറഞ്ഞ തതയുടെ പുത്രൻ, 3 ലോകങ്ങളിൽ എനിക്ക് ചെയ്യേണ്ടതായിട്ട് ഒന്നുമില്ല, എനിക്കില്ലാത്തതായോ ആവശ്യമായതോ യാതൊന്നുമില്ല, എങ്കിലും ഞാൻ വിധിക്കപ്പെട്ട കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതാണ് ഭഗവാൻ ഒരിക്കലും കർമ്മം ചെയ്യാതെ, അകർമ്മം എന്നുള്ള വാക്കിന് 2 അർത്ഥമുണ്ട്. ഒന്ന് പാപകർമ്മം, ഒന്ന് ഭക്തി, 2 സ്വധർമ്മം. അപ്പോൾ കർമ്മം ചെയ്യാതിരിക്കുക. അപ്പോൾ ഭഗവാൻ പറയുന്നത്, ഞാൻ ഒരിക്കലും കർമ്മം ചെയ്യാതിരിക്കുന്നില്ല, ഞാൻ എപ്പോഴും കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? അത് 23ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, യദീഹിയഹം ന വർത്തേയം ജാതു കർമ്മണി അതീന്ദ്രത മമ വത്മാനു വർത്തന്തെ മനുഷ്യ പാർത്ഥ സർവശഃ. വിധിക്കപ്പെട്ട കർമ്മങ്ങൾ ഞാൻ ശ്രദ്ധയോടെ ചെയ്യാതിരുന്നുവെങ്കിലും അല്ലയോ പാർത്ഥ, ജനങ്ങൾ എൻ്റെ മാർഗം പിന്തുടരുമായിരുന്നു, അവരും കർത്തവ്യം ചെയ്യാൻ. ഭഗവാന്റെ ഈ സഭ കൂടുന്ന ഒരു മണ്ഡപമുണ്ട്, അതിൻ്റെ പേര് സുധർമ്മ എന്നാണ്. അതായത് ദ്വാരകയിൽ ഒരു സഭ, അതായത് ഈ ഗ്രാമമുഖ്യന്മാരും പൊതുജനങ്ങളും ഒക്കെ ഇട്ട് ഭഗവാൻ സംവദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്തായാലും പറയുക, ഒരു ഇരിക്കാൻ വേണ്ടിയുള്ള ഒരു സ്ഥലമാണ് സുധർമ്മ എന്ന് പറയും. സുധർമ്മ എന്ന് പറഞ്ഞാൽ ഇത് ദേവലോകത്തിൽ നിന്ന് ഭഗവാൻ കൊണ്ടുവന്നതാണ്. അതിനകത്ത് നമുക്ക് എത്ര ചൂട് വേണം, അത്രയും ചൂടല്ല, തണുപ്പ് അത്ര അനുഭവപ്പെടും. അങ്ങനെ ഒരു സഭയാണ്, സഭ കൂടെ ഉള്ളതാണ്. ദിവസവും ഭഗവാൻ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് എല്ലാം റെഡിയായിട്ട് ആ സഭയിൽ പോയിരുന്ന് പൊതുജനങ്ങൾക്ക് കേൾക്കാനുള്ളതെല്ലാം കേൾക്കുമായിരുന്നു. ഗ്രാമമുഖ്യന്മാരും മന്ത്രിമാരുമായിട്ടൊക്കെ സംവദിക്കുമായിരുന്നു. രാജ്യത്തിനും പൊതുജനങ്ങൾക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് കേൾക്കുമായിരുന്നു. അപ്പം ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി. നിർഭാഗ്യവശാൽ നമ്മുടെ മന്ത്രിമാരൊന്നും അത് കണ്ട് പഠിച്ചിട്ടില്ല. വീണ്ടും ഭഗവാൻ പറയുന്നുണ്ട് 24ാമത്തെ ശ്ലോകത്തിൽ, ഉത്സീതേ ഇരുമേലോക നഗുര്യം കർമ്മ ചേദഹം സങ്കരസ്യ ചകർത്താസ്യം ഉപഹാന്യം ഇമാ പ്രജാഹ. അതായത് ഞാൻ കർത്തവ്യം നിർവഹിക്കാതിരുന്നാൽ ഈ ലോകങ്ങളെല്ലാം നാശമടയും. ഭഗവാൻ കർത്തവ്യം ചെയ്യാതിരുന്നാൽ. ഭഗവാൻ കർത്തവ്യം ചെയ്തില്ലെങ്കിലോ ഭഗവാന്റെ പാർഷദന്മാരായ ദേവീദേവതന്മാരൊന്നും ചെയ്യില്ല, സാമാന്യ ജനങ്ങൾ ചെയ്യില്ല. അങ്ങനെ ഈ ലോകങ്ങളെല്ലാം നാശമടയും. അനാവശ്യമായ ജനപ്പെരുപ്പത്തിന് ഞാൻ കാരണമായി തരും. അങ്ങനെ ജീവജാലങ്ങൾക്കെല്ലാം സമാധാനം നഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ഭഗവാൻ കർത്തവ്യം ചെയ്യുന്നു, കർമ്മം ചെയ്യുന്നു. അർജുന, നീയും അതുപോലെ ചെയ്താൽ പറ്റൂ. അപ്പം നീ നിന്റെ കർത്തവ്യം ചെയ്താൽ കുലത്തിൽ, അത് അർജുനന്റെ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ അധ്യായത്തിൽ അർജുനൻ യുദ്ധം ചെയ്യാതിരിക്കാൻ പറഞ്ഞ പല കാരണങ്ങളിൽ ഒരു കാരണമായിരുന്നു കുലം നശിച്ചു പോകുന്നു. അതിന് മറുപടി ഇപ്പോഴാണ് ഭഗവാൻ പറയുന്നത്. ഞാൻ കർത്തവ്യം ചെയ്തിരുന്നാൽ കുലം നശിച്ചു പോകും, സമൂഹം നശിക്കും. കാര്യം എല്ലാവരും അവരുടെ കർത്തവ്യം ചെയ്യാതിരിക്കും. അതേപോലെ അർജുന, നീ നിന്റെ കർത്തവ്യം ചെയ്യാതിരുന്നാലാണ് നിന്റെ കുലം നശിക്കുന്നത്, യുദ്ധം ചെയ്താൽ അല്ല. യുദ്ധം എന്ന് പറഞ്ഞാൽ നിന്റെ കർത്തവ്യമാണ്. കാരണം നീ ക്ഷത്രിയനാണ്. ക്ഷതം ത്രായത ഇത് ക്ഷത്രിയത, ക്ഷത്രിയ. ക്ഷതം എന്ന് പറഞ്ഞാൽ പരിക്ക്. സമൂഹത്തിൽ വരുന്ന ദോഷങ്ങളെ ഇല്ലാതാക്കുന്നവരാണ് ക്ഷത്രിയൻ. ഇന്ന് രാജ്യം ഭരിക്കുന്നവരെല്ലാം ക്ഷത്രിയനാണ്. അത് കർമ്മം കൊണ്ടാണ് ക്ഷത്രിയം, ജന്മം കൊണ്ടല്ല. ഏതൊരു വ്യക്തി രാജ്യം ഭരിക്കുന്നു, അത് പോലീസ് അധികാരികളായാലും ശരി, IAS ഓഫീസർ അല്ലെങ്കിൽ മന്ത്രിമാരെ, അവർ ക്ഷത്രിയരാണ്. അവരവരുടെ കർമ്മം ചെയ്തിരുന്നാൽ എല്ലാം നശിക്കും. അതേപോലെ അർജുന, നീ നിന്റെ കർമ്മം ചെയ്യാതിരുന്നാലാണ് നിന്റെ കുലം മുടിയുന്നത്, അല്ല നീ കർമ്മം ചെയ്താൽ നിന്റെ കുലം മുടിയില്ല. ഇത്രയും കേട്ടപ്പോൾ അർജുനന്റെ കുറച്ചൊക്കെ ബൾബ് കത്താൻ തുടങ്ങി, കാര്യങ്ങൾ മനസ്സിലായി. ഒപ്പം ഒരു സംശയം കൂടി, അതായത് ആധ്യാത്മിക അറിവുള്ള ഒരു വ്യക്തിക്ക് ആ വ്യക്തിയും അറിവില്ലാത്ത വ്യക്തിയും തമ്മിൽ കർത്തവ്യം ചെയ്യാൻ എന്താണ് വ്യത്യാസം? രണ്ടുപേരും കർത്തവ്യം ചെയ്യുന്നു, വ്യത്യാസം എന്താണ്? ഈ വിശേഷം, അതായത് ഒന്നുകൂടി ഞാൻ പറയാം, 2 വ്യക്തികൾ സ്വധർമ്മം ചെയ്യുന്നു. ഒരാൾക്ക് ആധ്യാത്മികമായ അറിവില്ല, മറ്റൊരാൾക്ക് ആധ്യാത്മിക അറിവുണ്ട്. ഇവർ 2 പേരും ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലങ്ങളുടെ വ്യത്യാസം, അല്ലെങ്കിൽ 2 പേരും കർമ്മം ചെയ്യുമ്പോൾ അവരുടെ ചേതനയ്ക്കുണ്ടാകുന്ന വ്യത്യാസം, അവരുടെ ഭാവനയിലുണ്ടാകുന്ന വ്യത്യാസം, അതെന്താണെന്നാണ്
അർജുൻ്റെ ഉള്ളിലുണ്ടാകുന്ന സംശയം. നോക്കി, ഈ ചോദ്യങ്ങളെല്ലാം അർജുൻ്റെ ഉള്ളിലുണ്ടാകുന്നതാണ്. ഭഗവാൻ പരമാത്മാ രൂപത്തിൽ എല്ലാവരുടെയും ഹൃദയത്തിലുള്ളതുകൊണ്ട് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ, നമ്മുടെ ഹൃദയത്തിലുള്ള ചിന്തകൾ ഭഗവാന് മനസ്സിലാകും. അപ്പോൾ അങ്ങനെ ഭഗവാന്റെ ഉള്ളിൽ അർജുൻ്റെ ഉള്ളിൽ സംശയമുണ്ടായി. ഇത് വളരെ വിശദമായിട്ട് നമ്മൾ ഇനിയും 5-ാമത്തെ അധ്യായത്തിലും 13-ാമത്തെ അധ്യായത്തിലും 18-ാം അധ്യായത്തിലും ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വിശദമായിട്ട് അങ്ങ് പോകുന്നില്ല. എന്നാലും ഇവിടെ ഭഗവാൻ പറഞ്ഞ അർജുനൻ ചോദിച്ച സംശയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വ്യക്തി എന്ത് കാര്യം ചെയ്യുമ്പോഴും ആ കാര്യത്തിന് മേൽ ആ വ്യക്തിയോടൊപ്പം, അതായത് പ്രകൃതിയുടെ വിഭിന്നമായ തത്വങ്ങൾ ആ കർത്തവ്യത്തിൻ്റെ പിന്നിലുണ്ട്. അതായത് ഭഗവാൻ പറയുന്നത്, ഒരു വ്യക്തി എന്ത് കർത്തവ്യം ചെയ്യുന്നോ ആ വ്യക്തി മാത്രമല്ല അതിന് ഇൻവോൾവ്മെന്റ്. ഈ പ്രകൃതിയുടെ പല ശക്തികളും അതിന് ഇൻവോൾവ്മെന്റ്. ഞാൻ ഒരിക്കലും ഒരു ഉദാഹരണം പറഞ്ഞായിരുന്നു. ഒരു കൃഷിക്കാരൻ കൃഷി ചെയ്യുന്നു. ആ കൃഷിക്കാരൻ വിചാരിക്കുന്നത്, ഞാൻ വിത്ത് വാങ്ങിക്കൊണ്ട് വന്നു, എൻ്റെ നിലം ഞാൻ ഉഴുതു, ഞാൻ അതിനകത്ത് വിത്തിട്ടു, അത് കിളിർത്തു, അതിൻ്റെ ഫലം തരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥാവകാശമാർക്ക് എനിക്ക് മാത്രം അല്ല. നിനക്ക് വെള്ളവും വെളിച്ചവും വായുവും ആര് തന്നു? ഇത് മൂന്നുമില്ലാതെ നിനക്ക് കൃഷി ചെയ്യാൻ പറ്റുമോ? നീ നിന്റെ കർത്തവ്യം ചെയ്തു. പക്ഷെ പ്രകൃതിയുടെ കർത്തവ്യം ചെയ്തു. പ്രകൃതി സമയത്ത് മഴ തരുന്നു, അല്ലെങ്കിൽ വെളിച്ചം തരുന്നു, വായു തരുന്നു. ഇത് മൂന്നുമില്ലാതെ നിന്റെ കൃഷി ഫലപ്രദമാകില്ല. അപ്പോൾ പ്രകൃതിയുടെ പല ശക്തികൾ അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? ഞാൻ ചെയ്യുന്നു, ഞാൻ എൻ്റെ കർത്തവ്യം ചെയ്യുന്നു, ഞാൻ പഠിച്ച് പാസ്സായി, ഞാൻ ഈ ജോലി എനിക്ക് ഈ ജോലി കിട്ടി. നോ, അവിടെയാണ് നമ്മൾ പരാജയപ്പെടുന്നത്. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യണമെന്നുണ്ടെങ്കിലും, അതായത് ഇപ്പം ഈ ആഹാരം മുമ്പിൽ കൊണ്ടുവച്ചു, ഈ ആഹാരം ഉരുട്ടി മേലോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിനൊരു ശക്തി വേണം. ഈ ശക്തിയിലേക്ക് കൈ മുകളിലോട്ട് പോകത്തില്ലല്ലോ, പോവും ഇല്ല. അപ്പോൾ ആ ശക്തി നമുക്ക് ഇവിടുന്ന് കിട്ടി, ആ ശരീരത്തിന് ഊർജ്ജം ഇവിടുന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ആഹാരത്തിന് കിട്ടിയ ആഹാരം ഇവിടുന്ന് വന്നു, വയലിൽ നിന്ന് വന്നു. വയലിൽ എങ്ങനെ വന്നു? അത് കൃഷി ചെയ്തപ്പോൾ. കൃഷി എങ്ങനെ വലുതായി? മഴ പെയ്തപ്പോൾ. മഴ എവിടുന്ന് വന്നു? കാർമേഘം ഇവിടുന്നു സമുദ്രത്തിൽ. അപ്പോൾ എത്ര ശക്തികൾ പ്രകൃതിയുടെ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട്. അങ്ങനെ എന്ത് പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോഴും നമ്മളോടൊപ്പം തന്നെ പ്രകൃതിയുടെ പല ശക്തികൾ ഇൻവോൾവ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ആ ശക്തികളോടൊക്കെ നമ്മൾ കൃതജ്ഞതാ മനോഭാവം എപ്പോഴും വേണമെന്നാണ് ഭഗവാൻ പറയുന്നത്. ആ ശക്തികളുടെ കൃപയില്ലെങ്കിൽ, ആ ശക്തികളുടെ ഔദാര്യമില്ലെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പം അത് അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ് ജ്ഞാനി. അപ്പം ജ്ഞാനി കർത്തവ്യം ചെയ്യുമ്പോൾ ആ ഒരു ചിന്ത അവൻ്റെ ഉള്ളിൽ കാണും. അതുകൊണ്ട് അവൻ കൃതജ്ഞതാ മനോഭാവത്തോടായിരിക്കും എല്ലാം ചെയ്യുന്നത്. ഞാൻ എന്നുള്ള അഹങ്കാരം കാണില്ല. അപ്പം അർജുൻ്റെ ചോദ്യം എന്താ? ജ്ഞാനിയായ വ്യക്തിയും അജ്ഞാനിയായ വ്യക്തിയും ചെയ്യുന്ന കർമ്മത്തിൻ്റെ കർത്തവ്യത്തിൻ്റെ വ്യത്യാസം എന്താണെന്ന്. അതിന് മറുപടിയാണ് ഭഗവാൻ പറയുന്നത്. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിന് ഒരു സ്രോതസ് വേറെയുണ്ട്, അതിന് കിട്ടുന്ന ഊർജ്ജത്തിൻ്റെ സ്രോതസ്സുണ്ട്. അത് നമ്മൾ മറക്കാൻ പാടില്ല. പക്ഷേ അജ്ഞാനികൾ അത് മറന്ന് പ്രവർത്തിക്കും. അപ്പം ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ അർജുൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു സംശയമുണ്ടായി. അതായത് ജ്ഞാനി വ്യക്തി അജ്ഞാനി വ്യക്തിയും കർത്തവ്യം ചെയ്യുന്നതിൽ ജ്ഞാന വ്യക്തി എന്തിനാണ് കർത്തവ്യം ചെയ്യുന്നത്? ഇവിടെയാണ് അർജുൻ്റെ സംശയം, ഏറ്റവും പെർഫെക്റ്റ് ആയ ചോദ്യം. അതായത് ജ്ഞാനി എന്ന് പറയുമ്പോൾ ആധ്യാത്മികമായിട്ട് ഉയർന്ന വ്യക്തിയാണ്. ആ വ്യക്തി കർമ്മം ചെയ്യേണ്ടത് എല്ലാം ത്യജിച്ചിട്ട്, ത്യാഗം ചെയ്തിട്ട് എവിടെയും പോയി സന്യാസം ചെയ്യുവോ അല്ലെ ജപിക്കുകയോ തപിക്കുകയോ ഒക്കെ ചെയ്താൽ പോലെ എന്തിനാണ് കർമ്മം ചെയ്യുന്നത്? അപ്പോൾ ഇവിടെ അർജുനന്റെ സംശയം വളരെ ന്യായീകരണമാണ്. അപ്പം ഈ ജ്ഞാനി വ്യക്തികൾ അത് ഏത് പ്രവൃത്തിയായാലും ഭഗവാൻ പറയുന്നത് എൻ്റെ പ്രസന്നതയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, എനിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഭക്തിയോഗമായി വരും. കർമ്മത്തെ ഭക്തിയോഗമാക്കി മാറ്റി. യോഗം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ് യോജിപ്പിക്കുക. ഏതെങ്കിലും ഒരു വ്യക്തി എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യുമ്പോൾ, കർത്തവ്യം ചെയ്യുമ്പം, അത് ഭഗവാൻ 3 കാരണങ്ങൾ ഞാൻ പറഞ്ഞു. 1, അതിൻ്റെ ഫലം കാക്ഷിക്കാൻ പാടില്ല. ഫലം എന്തായാലും ശരി കർമ്മയുടെ കർത്തവ്യം ചെയ്യാം. 2, ഭഗവാന്റെ പ്രസന്നതയ്ക്ക് വേണ്ടി ചെയ്യാം. 3, അതൊരു യാഗമായി സങ്കല്പിച്ചുകൊണ്ട് ചെയ്യുക. ഇത് 3 ചെയ്യുമ്പോൾ ആ കർമ്മം അല്ലെ കർത്തവ്യം ഭക്തിയോഗമായി മാറും. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കർമ്മമായിട്ട് ചെയ്യുകയാണെങ്കിൽ അതിനൊരു ഫലമുണ്ട്. അത് നല്ലതാകാം, ചീത്തയാകാം. നല്ല കർമ്മമാണെങ്കിൽ നല്ല ഫലം, ചീത്ത കർമ്മമാണ് ചീത്ത ഫലം. അത് അനുഭവിക്കാൻ വേണ്ടി നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ വരണം. ഈ ഭൗതിക ലോകത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ദുഃഖവും സുഖവും ഒരുമിച്ച് അനുഭവിക്കണം. പക്ഷെ അത് ഭക്തിയോഗമാക്കി മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടി നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ വീണ്ടും വരേണ്ട ആവശ്യം ഇല്ല. അത് ഭഗവാൻ 30ാമത്തെ ശ്ലോകത്തിൽ ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. മയി സർവാണി കർമാണി സന്യസ്യാധ്യാത്മചേതസ നിരാശീ നിർമ്മമോ ഭൂത്വ യുദ്ധസ്വ വിഗതജ്വരഃ.
അതുകൊണ്ടല്ലയോ അർജുന, ഏതുകൊണ്ട്? ഈ പറഞ്ഞതുകൊണ്ട്, നിന്റെ കർമ്മങ്ങളെല്ലാം എനിക്കായി അർപ്പിച്ചുകൊണ്ട് എന്നെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തോടെ ലാഭേച്ഛയോ ഉടമസ്ഥാവകാശമോ അലസ്യത കൂടാതെ യുദ്ധം ചെയ്യുക. ഇവിടെ ഭഗവാൻ പറഞ്ഞ ഏറ്റവും വലിയ കാര്യം, നിന്റെ കർമ്മങ്ങളെ എനിക്കായി അർപ്പിച്ചുകൊണ്ട്. അർജുനൻ യുദ്ധകളത്തിൽ വന്ന എന്തിനായിരുന്നു? അർജുനന് കൗരവരെ തോൽപ്പിച്ച് പകരം വീട്ടണം. ദ്രൗപദിയോട് ചെയ്ത ആ അധർമ്മത്തിന് പകരം വീട്ടണം. ഇന്ദ്രപ്രസ്ഥം തിരിച്ചു പിടിക്കണം. അപ്പോൾ അവിടെ അർജുനൻ യുദ്ധം ചെയ്യാമെന്ന് അർജുനു വേണ്ടി ആയതുകൊണ്ട് സ്വന്തക്കാരെയും ബന്ധുക്കാരെയും കണ്ടപ്പോൾ മാനസികമായി തളർന്നു. ഇവിടെ ഭഗവാൻ പറയുന്നത് നിനക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യാം. നിന്റെ കർമ്മങ്ങളെ എനിക്ക് അർപ്പിച്ചുകൊണ്ട് എന്നെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തോടുകൂടി. അതാണ് അർജുനൻ ചോദിച്ചത്, ജ്ഞാനിയും അജ്ഞാനിയും തമ്മിലുള്ള വ്യത്യാസം. എന്നെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തോടെ ലാഭേച്ഛയോ, അതിന്റെ ഫലം എന്തു ആയിക്കോട്ടെ, ഫലത്തിൽ നീ നോക്കണ്ട. ഉടമസ്ഥാവകാശം, കാരണം ഇത് നമ്മൾ രണ്ടാമത്തെ അധ്യായം വളരെ വിശദമായിട്ട് ചർച്ച ചെയ്താണ്. ഭഗവാൻ പറഞ്ഞത് ആ ശ്ലോകം, കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കഥാചന. അതിനകത്ത് ഭഗവാൻ പറഞ്ഞു, ഫലത്തിന്റെ ഇച്ഛ പാടില്ല, ഉടമസ്ഥാവകാശം പാടില്ല, യാതൊരു ക്ലെയിമിങ്ങും പാടില്ല. എനിക്ക് വേണ്ടിയാണ് നീ കർമ്മം ചെയ്യേണ്ടത്. അപ്പൊ അലസതയോ കൂടാതെ യുദ്ധം ചെയ്യുക, പൂർണ്ണമായ ഊർജ്ജലസതയോട് യുദ്ധം ചെയ്യും. ഇവിടെ യുദ്ധം എന്ന് പറയുമ്പം നമ്മൾ വിചാരിക്കരുത് കുരുക്ഷേത്രത്തിൽ നടക്കുന്ന യുദ്ധം അർജുനനും കൃഷ്ണൻ നമ്മുടെ ഓരോ കർമ്മങ്ങളും, ആഹാരം പാചകം ചെയ്യുന്ന ഗൃഹസ്ഥ മുതൽ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകനായാലും ഒരു പോസ്റ്റുമായി എല്ലാവർക്കും ഇത് ബാധകമാണ്. എന്ത് കർമ്മം ചെയ്യുമ്പോഴും ആ കർമ്മത്തിന് ഫലേച്ഛ കൂടാതെ ഉടമസ്ഥ. ഞാൻ പറഞ്ഞൊരു പോസ്റ്റ്മാൻ്റെ ജോലിയാണെങ്കിൽ ഞാൻ എന്താണ് വിചാരിക്കുന്നത്, എനിക്ക് പ്രകൃതി തന്ന കർമ്മം കർത്തവ്യമാണിത്, ഇതെനിക്ക് ഭഗവാന്റെ കൃപ കൊണ്ട് കിട്ടിയതാണ്. ഏതെങ്കിലും ജന്മത്തിൽ എന്തെങ്കിലും ഒരു കർമ്മം, ഞാൻ നല്ല കർമ്മം ചെയ്തുകൊണ്ട് എനിക്ക് ഇന്നൊരു ജോലി കിട്ടി. അപ്പൊ ഇതിന് ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഞാൻ പരിപൂർണ്ണ ബോധത്തോടും പരിപൂർണ്ണ ഉത്തരവാദിത്വം കൊണ്ട് അത് നിറവേറ്റാൻ എനിക്ക് കഴിയും. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ അലസത വരില്ല, സമയത്തിന് നമ്മൾ നമ്മുടെ ജോലി ചെയ്ത് തീർക്കും, കൈക്കൂലി വാങ്ങില്ല. അപ്പം അങ്ങനെ അത് ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യണമെന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അർജുനൻ്റെ അടുത്ത സംശയം വന്നു, അതും അർജുൻ ക്ലിയർ ചെയ്തു. ഇനിയും ഞാൻ ഈ വ്യക്തികൾ ഏത് പ്രവൃത്തിയായാലും ഭഗവാൻ പറഞ്ഞു എൻ്റെ പ്രസന്നതയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു. യുദ്ധം ചെയ്യുന്ന കർമ്മം ചെയ്യുന്നു. അപ്പോൾ അത് ഭക്തി യോഗമായി മാറുന്നു. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് നീ നിന്റെ ഇച്ഛാപൂർത്തീകരണത്തിനല്ലാതെ, നിന്റെ ഇച്ഛ എന്തുവാണ്? കൗരവന്മാരെ തോൽപ്പിച്ച് പകരം വിട്ടു, അത് നിന്റെ ഇച്ഛയാണ്. നിന്റെ ഇച്ഛാപൂർത്തീകരണത്തിനല്ലാതെ എൻ്റെ പ്രസന്നതയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുക. കാരണം അത് വ്യക്തിയെ ഭൗതിക ബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കുന്നു, കർമ്മബന്ധനം ഉണ്ടാകുന്നില്ല. അത് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്. കർമ്മബന്ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിക്കും ഒരു ഫലമുണ്ട്. ആ ഫലം അനുഭവിക്കാൻ ഈ ഭൗതിക ലോകത്തിൽ വരണം. ഭൗതിക ലോകം എന്ന് പറയുന്നത് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞ ദുഃഖാലയം അശ്വാശ്വതം, അത് വരുന്നുണ്ട് ശ്ലോകം, അത് നമുക്കെടുക്കാം. ദുഃഖാലയം എന്ന് പറഞ്ഞാൽ ഇവിടെ ദുഃഖാലയത്തിൽ നമുക്ക് വിദ്യാലയത്തിൽ വിദ്യ കിട്ടും, ഭോജനാലയത്തിൽ ഭോജനം കിട്ടും, ദുഃഖാലയത്തിൽ എന്ത് കിട്ടും? ദുഃഖം കിട്ടും. ഇവിടെ ദുഃഖമേ ഉള്ളൂ. രണ്ട് ദുഃഖങ്ങളുടെ ഇടയ്ക്കുള്ള സമയത്ത് നമ്മൾ സുഖമായി കണ്ടിട്ട് നമ്മൾ ജീവിക്കുകയാണ്. പക്ഷെ ഇവിടെ ദുഃഖമേ ഉള്ളൂ. ഇതൊരു റിഹാബിലിയേഷൻ സെന്ററാണ്. ഇവിടെ നമ്മളെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഒരു ജയിലിന് തുല്യമാണ്. ഇവിടെ ആർക്കും സ്വാതന്ത്ര്യമില്ല, ആർക്കും സ്വാതന്ത്ര്യമില്ല. ഇവിടെ നമുക്ക് വിചാരിക്കും നമ്മൾ സ്വതന്ത്രമാണ്. അല്ല, നമ്മൾ പ്രകൃതിയുടെ ബലങ്ങളിൽ കിടക്കുകയാണ്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് കുറച്ച് പഠിക്കണം. ഇന്ന് ഞാൻ വിചാരിക്കുകയാണ്, നാളെ രാവിലെ എനിക്ക് ഇഷ്ടമുള്ള ആഹാരം പുട്ടും കടലയാണ്, ഞാൻ പുട്ടും കടലയും കഴിക്കും നാളെ ബ്രേക്ക്ഫാസ്റ്റിന്. അത് ആഗ്രഹിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടുണ്ട്. പുട്ടും കടലയെ കഴിക്കണോ അതോ ഐസിയുവിനകത്ത് സലയും കഴിക്കണോ എന്നുള്ളത് നിശ്ചയിക്കുന്ന വേറെ ശക്തികളുണ്ട്. പിന്നെ എവിടെയാണ് നമുക്ക് സ്വാതന്ത്ര്യം? നമുക്ക് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പശുവിന്റെ കയറിന് എത്ര നീളമുണ്ട് അത്രയും സ്വാതന്ത്ര്യമേ ഉള്ളൂ. അത്രയും നീളത്തിപ്പോയതിന് പുല്ല് തിന്നാം. പ്രകൃതി നമുക്ക് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെയാണെങ്കിൽ നമുക്ക് ഒരു സൈഡിൽ മായ, അതായത് ഭൗതികമായ ഈ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുള്ള പല പല ഉപാധികൾ, ഒരു സൈഡിൽ ഭക്തി. ഒന്ന് ഭക്തി ദേവി, രണ്ട് മായാദേവിയാണ്. ഇതിൽ ഏതെങ്കിലും ഒന്നിനെ ചൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം മാത്രമേ നമുക്ക് പ്രകൃതി തന്നിട്ടുള്ളൂ. ഇന്ന് ഞാൻ ഇരിക്കുകയാണ്, ഞാൻ ഭക്തി ചെയ്യുകയാണ്, എനിക്ക് ഭക്തി വേണം, എനിക്ക് കൃഷ്ണഭക്തി ചെയ്യണം, എനിക്ക് ഭൗതിക ബന്ധത്തെ മോചിപ്പിക്കണം. ഇപ്പം ഞാൻ കൃഷ്ണന്റെ ഒരു ശക്തിയെ ഞാൻ ആശ്രയിക്കുകയാണ്. അവിടെ എനിക്ക് സ്വാതന്ത്ര്യം, ഈ ഒരു സ്വാതന്ത്ര്യമേ ഉള്ളൂ ചൂസ് ചെയ്യാനുള്ളത്. അല്ലെങ്കിൽ വേറൊരാൾ ചിന്തിക്കാണ്, വേണ്ട എനിക്ക് അടിച്ചു പൊളിച്ചിരിക്കാൻ ഇഷ്ടമുള്ളത് ഇന്ന ഇഷ്ടമുള്ളത് കുടിക്കുക. അപ്പോഴും ഭഗവാന്റെ ആ മായാശക്തിയുടെ ഉള്ളിലാണ്. സ്വാതന്ത്ര്യമില്ല, നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടില്ല. അത് ചൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുള്ളൂ. ഈ ഭൗതിക ലോകത്തിൽ ഓരോ വ്യക്തിക്ക് ഇത്രയും സ്വാതന്ത്ര്യമേ ചൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. ഭൗതികത വേണോ ആത്മീയത വേണോ എന്ന് ചൂസ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഭൗതിക ലോകത്തിലെ ഈ ബന്ധനത്തിൽ നിന്ന് നമുക്ക് മോചിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കർമ്മത്തെ കർമ്മയോഗമാക്കി മാറ്റണം.
അപ്പം ഇതിന് ഉദാഹരണം, ഇതിന് ഉത്തരം ഭഗവാൻ 33-ാമത്തെ ശ്ലോകത്തിൽ കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷൻ തരുന്നുണ്ട്. നമുക്ക് 33-ാമത്തെ ശ്ലോകം കൂടി നോക്കാം. ജ്ഞാനിയെക്കുറിച്ചുള്ള അർജുനന്റെ സംശയമാണത്. സദൃശം ചേഷ്ടതേ സ്വസ്യ പ്രകൃതേ ജ്ഞാനവാനപി പ്രകൃതിം യാന്തി ഭൂതാനി നിഗ്രഹ കിം കരിഷ്യതി. തൻ്റെ പ്രകൃതിക്ക് അനുയോജ്യമായി തന്നെയാണ് ജ്ഞാനിയും പ്രവർത്തിക്കുന്നത്. പ്രകൃതി എന്ന് പറഞ്ഞാൽ ഇവിടെ സ്വഭാവമാണ്. തൻ്റെ പ്രകൃതിക്ക് അനുയോജ്യമായി തന്നെയാണ് ജ്ഞാനിയും പ്രവർത്തിക്കുന്നത്. ത്രിഗുണങ്ങളിൽ നിന്ന് ആർജിച്ച സ്വഭാവത്തിനനുസരിച്ച് എല്ലാവരും പ്രവർത്തിക്കുന്നു. നിഗ്രഹം കൊണ്ട് എന്ത് പ്രയോജനം? ഇവിടെ രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് ശ്ലോകത്തിൽ പറയുന്നു. ഒന്ന്, പ്രകൃതിക്ക് സ്വഭാവത്തിനനുസരിച്ചാണ് ജ്ഞാനിയും അജ്ഞാനിയും പ്രവർത്തിക്കുന്നത്. ത്രിഗുണങ്ങളിൽ നിന്ന് അറച്ച സ്വഭാവം, നമുക്ക് കിട്ടുന്ന സ്വഭാവം പ്രകൃതിയുടെ 3 ഗുണങ്ങളിൽ നിന്നാണ്. 3 ഗുണം ഏതൊക്കെയാണ്? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഏതൊരു വ്യക്തിയായാലും ഈ ഗുണം അനുസരിച്ചാണ് നമ്മൾ പ്രവൃത്തി ചെയ്യുന്നത്. അതിനൊരു ശ്ലോകം കൂടെ വരുന്നുണ്ട്, അതിനകത്ത് നമുക്ക് കുറച്ചുകൂടെ പറയാം, മനസ്സിലാവും. അതായത് പ്രകൃതിയുടെ 3 ഗുണങ്ങൾ ഓരോ വ്യക്തിയിലും അവരുടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പ്രകൃതി ഇൻഫ്ലുവൻസ് ചെലുത്തുന്നുണ്ട്. അതായത് ഞാൻ പറയാം, ഈ പ്രകൃതി എന്തെല്ലാം നമ്മൾ കാണുന്നുണ്ട്, എന്തെല്ലാം കേൾക്കുന്നുണ്ട്, ആ എല്ലാത്തിൻ്റെ ഉള്ളിൽ, ഇൻക്ലൂഡിങ് നമ്മുടെ ഉള്ളിൽ ഈ 3 ഗുണമുണ്ട്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എല്ലാവരിലും ഉണ്ട്. ചിലരിൽ ചിലപ്പോൾ സത്വഗുണം കൂടുതലായിരിക്കും, രജോ ഗുണം കുറവായിരിക്കും. ചിലരിൽ രജോ ഗുണം കൂടുതലായിരിക്കും, സത്വഗുണം തമോ ഗുണം കുറവായിരിക്കും. അതനുസരിച്ച് അവരുടെ സ്വഭാവം. ഇപ്പോൾ ഒരു മോഷ്ടാവ്, അപ്പോൾ അവൻ്റെ ഉള്ളിൽ തമോ ഗുണം കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ആർക്കെങ്കിലും ഒരുപാട് ആഗ്രഹമാണ്, എനിക്ക് ഈ മൊബൈൽ വേണം, അത് വേണം, ഇത് വേണം, മറ്റേ വേണം, അപ്പോൾ ഉള്ളിൽ രജോ ഗുണം കൂടുതലായിരിക്കും. ചിലരുണ്ട് വളരെ സൈലൻ്റ് ആയിരിക്കും, പിന്നെ ഇച്ചിരി ആധ്യാത്മികം കാണും, സ്വന്തം കർമ്മം ചെയ്തല്ലായിരിക്കും, അപ്പോൾ ഉള്ളിൽ സത്വഗുണം കൂടുതലായിരിക്കും. പ്രകൃതിയിൽ രാവിലെ നമ്മൾ ഈ ബ്രാഹ്മ മുഹൂർത്തം നമ്മൾ സത്വഗുണത്തിലാണ്. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് കുറേ കഴിഞ്ഞാൽ അത് രജഗുണത്തിലാകും. വൈകുന്നേരം ആകുമ്പോൾ താമസിക ഗുണത്തിലാകും പ്രകൃതി. അതുകൊണ്ടാണ് കുട്ടികളോട് നമ്മൾ പറഞ്ഞത് രാവിലെ എഴുന്നേറ്റ് പഠിക്കാൻ പറയുന്നത്. 10 സൂര്യൻ ഉദിക്കുന്നതിന് 1.5 മണിക്കൂർ മുമ്പാണ് സത്വഗുണം പ്രകൃതി ബ്രഹ്മമുഹൂർത്തം തുടങ്ങുന്നത്. അത് ഏതാണ്ട് 9-10 മണി വരെ കാണും. അത് കഴിഞ്ഞ് രജഗുണത്തിലോട്ട് പോകും. ആ സമയത്ത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ സമയമാണ്. നമ്മൾ ജപിക്കുക, വായിക്കുക, പഠിക്കുക, ഇതെല്ലാം സത്വഗുണത്തിലായിരിക്കണം. എപ്രകാരം പ്രകൃതിയുടെ ഗുണങ്ങൾ മാറുന്നു, അതേപോലെ നമ്മുടെ ഉള്ളിലും സത്വഗുണം, രജഗുണം, തമോ ഗുണം മാറിക്കൊണ്ടിരിക്കും. ചില സമയത്ത് നമ്മുടെ ഉള്ളിൽ സത്വഗുണം കൂടുതലാണെങ്കിൽ ചില സമയത്ത് തമോ ഗുണം കൂടുതലായിരിക്കും. ഒന്നും ചെയ്യാൻ തോന്നില്ല, കടന്നുറങ്ങാം. തമോ ഗുണം കൂടുതലാണ്. അപ്പോൾ ഇന്ന് ഈ ആഹാരം കഴിക്കണം, രജോ ഗുണം കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഗുണങ്ങൾ ഏത് കൂടണം, ഏത് വേണം നിശ്ചയിക്കുന്നത് എന്താണ്? നമ്മൾ എന്ത് ആഹാരം കഴിക്കുന്നു, നമ്മൾ എന്ത് വായിക്കുന്നു, നമ്മൾ എന്ത് കേൾക്കുന്നു, നമ്മൾ എന്ത് കാണുന്നു, നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നു, നമ്മൾ ഏത് ഗുണത്തിലുള്ള വ്യക്തിയോടൊപ്പമാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. അത് രജോ ഗുണത്തിലുള്ള വ്യക്തിയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ രജോ ഗുണം കൂടിക്കൊണ്ടിരിക്കും. തമോ ഗുണത്തിലുള്ള വ്യക്തിയാണ് തമോ ഗുണം കൂടിക്കൊണ്ടിരിക്കും. സത്വഗുണത്തിലുള്ള വ്യക്തിയാണ് സത്വഗുണം കൂടിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ചായിരിക്കും നമ്മൾ പ്രവൃത്തി ചെയ്യുന്നത്. നമ്മുടെ സ്വഭാവം നിശ്ചയിക്കുന്നത് പ്രകൃതിയുടെ ഈ 3 ഗുണങ്ങളാണ്. പക്ഷേ ഈ ഗുണങ്ങൾ എങ്ങനെ വർദ്ധിപ്പിക്കണം നമുക്ക് പറ്റും. അത് നമുക്ക് സത്വഗുണം വർദ്ധിപ്പിക്കാൻ നമുക്ക് പറ്റും, രജഗുണം തമോ ഗുണം കുറയ്ക്കാനും പറ്റും. എങ്ങനെ? ഒന്ന്, സാത്വികമായ വ്യക്തികളോട് കൂടുതൽ സമയം ചെലവഴിക്കുക, സാത്വികമായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക, സാത്വികമായ കാര്യങ്ങൾ പഠിക്കുക, ഭാഗവതം, ഗീതൊക്കെ പഠിക്കുക, കേൾക്കുക. അപ്പോൾ ക്രമേണ ഒരു ദിവസം കൊണ്ടല്ല നമ്മുടെ ആ ഗുണം കൂടും. അതനുസരിച്ച് നമ്മുടെ സ്വഭാവം മാറും. അതേസമയം രജോ ഗുണത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കുക, തമോ ഗുണത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കുക. അതായത് ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഭഗവത്ഗീതയിലെ 17-ാമത്തെ അധ്യായത്തിലാണ് വരുന്നുണ്ട്. 17-ാമത്തെ ആഹാരം ചെയ്ത് 3 മണിക്കൂർ കഴിഞ്ഞ ആഹാരം പാചകം ചെയ്ത് 3 മണിക്കൂർ കഴിഞ്ഞ ആഹാരം തമോ ഗുണത്തിലാകുമെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഇത്തരം കാര്യം പഴങ്ങഞ്ഞ് കുടിച്ചിരുന്നത് തമോ ഗുണമുള്ളതായിരുന്നു. അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങളും ഭഗവാൻ പറയുന്നുണ്ട്, അതിനെക്കുറിച്ച് വിശദമായിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഭഗവാൻ പറയുന്നത് ആ ഗുണമാണ് നമ്മളെ കൊണ്ട് പ്രവൃത്തി ചെയ്യിക്കുന്നത്. എന്ത് പ്രവൃത്തി ആയാലും അത് നമ്മളെ കൊണ്ട് ചെയ്യിക്കുക, ആ പ്രവൃത്തി നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത് സത്വരജ തമോ ഗുണങ്ങളാണ്. അപ്പം ഇത് കഴിഞ്ഞിട്ട് അർജുനൻ്റെ ഉള്ളിൽ അർജുൻ ഒരു പുതിയ വിഷയത്തിലേക്ക് പോവുകയാണ്. അതായത് അർജുനുണ്ടായ സംശയം, ജ്ഞാനി വ്യക്തികൾക്ക് ശരിയും തെറ്റും അറിയാം, എല്ലാ പ്രവൃത്തികളുടെ പ്രതിഫലനവും റിയാക്ഷൻ അവർക്കറിയാം. അത് ആധ്യാത്മിക അറിവുള്ള വ്യക്തിക്ക് അറിയാം, ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഈ കർമ്മഫലം കിട്ടും, അല്ലെങ്കിൽ ഇത് ചെയ്താൽ ഇതിൻ്റെ ഫലം കിട്ടും എന്നുള്ളത്. തെറ്റ് ചെയ്യാൻ പാടില്ല എന്നും അവർക്കറിയാം. തെറ്റ് ചെയ്യുന്നവർക്ക് അറിയാം, തെറ്റ് ചെയ്യാനുള്ള ഫലം അവർക്കറിയാം. പക്ഷേ അവർ ആഗ്രഹിക്കാതെ തന്നിട്ട് കൂടി അവർ തെറ്റ് ചെയ്തു പോകുന്നു. അതെന്തുകൊണ്ട്? അതാണ് ഭഗവാൻ പറഞ്ഞത്, പ്രകൃതിയുടെ 3 ഗുണങ്ങളാണ് അവരെ കൊണ്ട് തെറ്റ് ചെയ്യിക്കുന്നത്. അതായത് അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതാണ് പറഞ്ഞത്, പ്രകൃതിയുടെ നിന്ന് ആർജിച്ച സ്വഭാവത്തിനനുസരിച്ച് അവർ ചെയ്തു പോവുകയാണ്. ഞാൻ ആൾറെഡി അത് വായിച്ചായിരുന്നു.
അപ്പോൾ അവരത് പ്രകൃതി, അതായത് 13-ാം അധ്യായത്തിൽ വളരെ വിശദമായിട്ട് ഈ ഗുണങ്ങളെക്കുറിച്ച് പറയുന്നുള്ളത് ഞാൻ കൂടുതൽ പറയുന്നില്ല. അർജുനുണ്ടായ സംശയം, ഒരു വ്യക്തി തെറ്റ് ചെയ്യേണ്ടെന്ന് ആഗ്രഹിച്ചാൽ പോലും അവനെ എന്തോ ഒരു ശക്തി അവനെ കൊണ്ട് തെറ്റ് ചെയ്യിക്കുന്നു. വേണോ വേണ്ടണം എന്നാ വേണം, അങ്ങനെ തെറ്റ് ചെയ്യിക്കുന്നു. ചിലർ മദ്യപിക്കാൻ വേണോ വേണ്ടേ എന്നാ 2 വക അടിച്ചേക്കാം. സിഗരറ്റ് വലിക്കണോ വേണ്ട ചില കുട്ടികളൊക്കെ ഉണ്ട്, എന്നാ ഒന്ന് വലിച്ചേക്കാം. അതുപോലെ തന്നെ ചിലരുണ്ട് മാംസാഹാരം കഴിച്ചാൽ അതിനുള്ള പ്രതിഫലനം എന്തുവാണെന്ന്, അതിൻ്റെ പ്രതിക്രിയ, അതിൻ്റെ റിയാക്ഷൻ എന്താണെന്ന് അറിയാം. പക്ഷെ അവരൊക്കെ നിർത്താൻ പറ്റുന്നില്ല. ചിലർ പറഞ്ഞു സാറേ നിർത്താൻ പറ്റില്ല, എന്ത് ചെയ്യുമെന്ന്. അതാ പ്രകൃതിയുള്ളിലുള്ള തമോ ഗുണവും രജോ ഗുണമാണ് ചെയ്യിക്കുന്നത്. ആ ഗുണങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിൽക്കും. ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യമില്ലാതെ ആഹാരം കഴിക്കത്തില്ലെന്ന് നിശ്ചയിച്ചിരുന്ന വ്യക്തികളായിരുന്നു. 1 മാസം കൊണ്ടാണ് നാമം ജപിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ നിന്ന് പോയത്. കാര്യം ഉള്ളിലുള്ള രജോ ഗുണം തമോ ഗുണം കുറഞ്ഞു, സത്വഗുണം വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി നിന്നു. അപ്പൊ അർജുനുണ്ടായ സംശയത്തിന് ഭഗവാൻ മറുപടി പറഞ്ഞാണ്, ഏതൊരു വ്യക്തി എന്ത് ചെയ്യുന്നു, നല്ലതായാലും തെറ്റായാലും അത് ചെയ്യുന്നത് അവന്റെ ഇഷ്ടമല്ല, പ്രകൃതിയുടെ ഇഷ്ടമനുസരിച്ചെന്ന്. ആ പ്രകൃതിയുടെ ഏത് ഗുണമാണ് അവന്റെ ഉള്ളിൽ ഉള്ളത്, ആ ഗുണം അവനെ കൊണ്ട് ചെയ്യിക്കുന്നു. അപ്പൊ അർജുന്റെ അടുത്ത ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഒരാൾ അയാളുടെ സ്വഭാവം വിട്ടിട്ട് വേറെ സ്വഭാവം ആർജിച്ചാലോ? ഭഗവാൻ പറഞ്ഞു അത് പറ്റില്ല, അങ്ങനെ പറ്റില്ല, നിർബന്ധപൂർവ്വം പറ്റില്ല. അത് 35-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമ്മ സ്വതനുഷ്ഠിത സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ. തെറ്റോടുകൂടിയാണെങ്കിൽ പോലും തനിക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള ചുമതല നിറവേറ്റുകയാണ് അന്യരുടെ കർത്തവ്യങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്നതിനേക്കാൾ നല്ലത്. അതായത് നമുക്ക് വിധിക്കപ്പെട്ടുള്ള കർമ്മം, നമ്മുടെ സ്വഭാവം അത് മാറ്റാൻ പറ്റില്ല. അത് തെറ്റായിട്ട് അത് ചെയ്താലും ശരി, ബാക്കിയുള്ളവരുടെ ധർമ്മം ശരിയായിട്ട് ചെയ്തതിനേക്കാൾ നല്ല ഇതാണ്. എന്തുകൊണ്ടാണ് അർജുൻ ഇത് ചോദിച്ചത്, എന്തുകൊണ്ടാണ് ഭഗവാൻ ഇതിന് മറുപടി? അർജുൻ ഗൂഗിൾ ഇടുമായിരുന്നു. ഭഗവാൻ അങ്ങനെ മാറ്റാൻ പറ്റുമെന്ന് അർജുൻ ഉടനെ പറയും, എൻ്റെ സ്വധർമ്മം, എൻ്റെ സ്വഭാവം യുദ്ധം ചെയ്തോളൂ, ഞാനത് മാറ്റിയിട്ട് അമ്പലത്തിൽ പോയി പൂജാരി ആയാലോ? അപ്പോൾ ഭഗവാൻ പറയുന്നത്, നീ ക്ഷത്രിയനാണ്, നിന്റെയൊക്കെ ക്ഷത്രിയ സ്വഭാവമാണ് നിന്റെ ഉള്ളിലുള്ളത്. നിനക്ക് പോയി ബ്രാഹ്മണനാകാൻ പറ്റില്ല. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ശാന്ത സ്വഭാവമുള്ളവരും ഒരുപാട് അങ്ങനെ സാത്വിക ജീവിതം നയിക്കുന്നവരാണ്. നിനക്ക് പറ്റില്ല. നിന്റെ ക്ഷത്രിയ സ്വഭാവം രജോ ഗുണമാണ്. ആ രജോഗുണത്തിലുള്ള വ്യക്തിക്ക് സാത്വിക ജീവിതം നയിക്കാൻ പറ്റില്ല. അപ്പോൾ ഭഗവാൻ പറയുന്നത് അതുകൊണ്ടാണ് സ്വകൃത്യ നിർവഹണത്തിൽ നാശം സംഭവിക്കുന്നതും മറ്റൊരുടെ കർമ്മം ചെയ്തതിനേക്കാൾ ശ്രേയസ്കരമാണ്. നീ യുദ്ധം ചെയ്ത് പരാജയപ്പെട്ടോട്ടെ, അതുകൊണ്ട് നിനക്ക് നഷ്ടം വരില്ല, എന്നാലും നിനക്ക് സ്വർഗം കിട്ടും. കാരണം നിന്റെ കർത്തവ്യം നീ നല്ലതായിട്ട് ചെയ്തു. ശരി, അമ്പലത്തിൽ പോയിട്ട് 3 നേരം നല്ലതായിട്ട് പൂജ ചെയ്താലും ശരി, നിനക്ക് അതിൻ്റെ ഫലം ശരിക്കും കിട്ടില്ല. അല്ല നീ ഭിക്ഷ അയക്കാൻ പോയാൽ കിട്ടില്ല, സന്യാസിക്കാൻ പോയാൽ കിട്ടില്ല. കർമ്മം ചെയ്യുന്നതിനേക്കാൾ ശ്രേയസ്കരം തന്നെയാണ് അത്. മറ്റുള്ളവരുടെ കർമ്മം ചെയ്യുന്നതിനേക്കാൾ ശ്രേയസ്കരമാണ് സ്വധർമ്മം തെറ്റായിട്ടെങ്കിലും ചെയ്യുന്നത്. മറ്റുള്ളവരുടെ വഴി സ്വീകരിക്കുന്നത് ആപൽക്കരമാണ്. അതാണ് അർജുനന് ഭഗവാൻ കൊടുക്കുന്ന ഏറ്റവും വലിയ ഉദ്യോഗം. അപ്പോൾ ഭഗവാൻ പറഞ്ഞത് സ്വഭാവത്തെ ത്യജിക്കാൻ പറ്റില്ല. അത് ത്യജിച്ചു കഴിഞ്ഞാൽ അത് ശരിയാകില്ല. അതായത് ഇന്നത്തെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അസന്തുഷ്ടി ഉണ്ടാക്കാനുള്ള കാരണം, അതുകൊണ്ട് 2 വിറ്റ് ഞാൻ പറഞ്ഞിട്ട് നിർത്താം. ഇന്നത്തെ യുവതലമുറയ്ക്ക് ഏറ്റവും കൂടുതൽ അസന്തുഷ്ടി ഉണ്ടാക്കാനുള്ള ഏറ്റവും പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം, അവരുടെ ഇഷ്ടം, അവരുടെ ഇച്ഛ, അവരുടെ പ്രകൃതിക്കനുസരിച്ചുള്ള ഒരു വിദ്യാഭ്യാസം അല്ലെങ്കിൽ പ്രൊഫഷൻ, തൊഴിൽ തിരഞ്ഞെടുക്കാൻ അവർക്ക് കഴിയുന്നില്ല. കുറച്ച് മാതാപിതാക്കളും കുറച്ച് കോളേജുകളും അടിച്ചേൽപ്പിക്കുകയാണ്. കുട്ടി 10ാം ക്ലാസ് കഴിയുമ്പോഴേ അമ്മയും അച്ഛനും തീരുമാനിക്കും കുട്ടി ഡോക്ടറാക്കണോ, എഞ്ചിനീയർ ആക്കണോ, ചാർട്ടേഡ് ആക്കണോ, അതാക്കണമെന്ന്. അവൻ്റെ ഇഷ്ടം, അവൻ്റെ രുചി, അതനുസരിച്ച് അവന് തൊഴിൽ ചെയ്യാൻ കഴിയില്ല. ചിലപ്പോൾ അവന് കൃഷി ആയിരിക്കും ഇഷ്ടം, ഏതെങ്കിലും അച്ഛന്മാർ വിടുവോ? അടിച്ച് പഠിപ്പിച്ച് എഞ്ചിനീയർ ആക്കണം. ചിലർക്ക് പട്ടാളത്തിൽ പോകണമെന്ന് ആഗ്രഹമായിരിക്കും. എൻ്റെ ഒരു കസിൻ്റെ മോനുണ്ട്, അവർ പട്ടാളത്തിൽ പോകണമെന്ന് ആഗ്രഹം. അച്ഛൻ വിടില്ല. അവൻ എന്തെങ്കിലും ജോലി ചെയ്താലും വേണ്ട, പട്ടാളത്തിൽ വിടത്തില്ലെന്ന് പറയും, ഭയം. അപ്പം അവൻ്റെ ഇഷ്ടത്തിന് അവൻ്റെ തിരഞ്ഞെടുക്കാൻ പറ്റാതെ ബേക്കേഡ് ചെയ്യുമ്പോൾ അവിടെ അവന് പെർഫെക്ഷൻ കിട്ടില്ല, മനസ്സമാധാനം കിട്ടില്ല, ജീവിതത്തിൽ സക്സസ് കിട്ടത്തില്ല. അവൻ്റെ ഇഷ്ടത്തിന് വിട്ട് കഴിഞ്ഞാൽ അവന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. അപ്പോൾ സമൂഹത്തിൽ നമ്മൾ എപ്പോഴും എന്തായാലും ശരി, അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള, അവരുടെ സ്വഭാവത്തിനനുസരിച്ച്, അവരുടെ ശരീരത്തിലുള്ള, അവരുടെ ചേതനയുള്ള ഏത് ഗുണമാണോ പ്രബലം, ആ ഗുണം മനസ്സിലാക്കിയിട്ട് കർത്തവ്യം ചെയ്യണം. അതാണ് അർജുനെ പഠിപ്പിക്കുന്നത്. ഇനിയും നമുക്ക് ബാക്കി 3-ാമത്തെ അധ്യായത്തിനെയും കുറേ ശ്ലോകം കൂടെ പറയാനുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം. അതുവരെ എല്ലാവർക്കും ഹരേ കൃഷ്ണ. ലൈവായിട്ട് വന്നവർക്ക് എല്ലാവർക്കും ഒത്തിരി താങ്ക് യു. ഇനി ഇത് റെക്കോർഡിംഗ് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും എല്ലാവർക്കും നന്ദി, ഒത്തിരി നമസ്കാരം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ രാമ